വെൽക്കം ടു കോമഡി മസാല. നമ്മുടെ ഷോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. ഇന്നത്തെ ആദ്യത്തെ കയ്യടി അവർക്കുള്ളതാണ്. ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം വേദിയിലേക്ക് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങളെയും സ്വാഗതം ചെയ്യാണ്. ഉല്ലാസ് പന്തളം ആൻഡ് നെൽസൺ. സോ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഉല്ലാസ് ചേട്ടൻ ആൻഡ് നെൽസൺ ചേട്ടൻ. കഥ വല്ലതും ഉണ്ടോ? അയ്യോ അങ്ങനെ പറയല്ലേ. ഉല്ലാസ് ചേട്ടാ കഥ പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ ഞാനത് സിനിമയാക്കാൻ വെച്ചേക്കാം. അവിടെ പോയില്ല കഥയാ. ഇപ്പൊ ഞാൻ വെളിയിൽ വിടത്തില്ല. ഓക്കെ ശരി. എന്നാ തൽക്കാലം ഇന്നും കൂടെ നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. അടുത്ത ദിവസം കഥയും കൊണ്ടല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാ. അടുത്തതായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത് രസകരമായ ഒരു സ്കിറ്റുമായി ടീം ഫൺ സ്റ്റാർസ്. ഊഞ്ഞാലാട്ടിയല്ല നിന്നെ നിന്നെ ഉറക്കാൻ. എടി ആ ഊഞ്ഞാലിന്റെ പലക എടുത്ത് നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊളിക്കും കേട്ടാ. ഇത് കണ്ടു ചേച്ചി, കല്യാണത്തിന് മുമ്പ് എന്റെ മേൽ കണ്ണും കൈയൊക്കെ കാണിച്ച് വശീകരിച്ചിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടോ ഈ മനുഷ്യൻ. എന്റെ പൊന്നു പെങ്ങളെ കോക്കറി കുത്തി കാണിച്ചാലും മനസ്സിലാവാത്തൊരു ജന്തുവാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പറയാനോന്ന് പറ ചേട്ടാ ചേട്ടാ, എന്ത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ജോലി അതെ, നമ്മുടെ കല്യാണത്തിന് മുമ്പും ഇപ്പോഴത്തെയും ചേട്ടന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞേ. ഊട്ടിയിൽ നിന്ന് മൂളംപാറ പോയ ഒരുത്തന്റെ അവസ്ഥ. അത് ശരി, അങ്ങനെയാണല്ലേ. നിങ്ങൾ എന്നെ പ്രേമിച്ച് നടന്നിരുന്ന കാലത്തെ എനിക്ക് തന്ന കത്തുകളിലെല്ലാം നിങ്ങൾ ഇതൊന്നാലല്ലോ പറഞ്ഞിരുന്നേ. എന്ത് പറഞ്ഞു? ഓ, എന്നെ താഴെയും വെക്കില്ല മോളിലും വെക്കില്ല, പൊക്കിക്കൊണ്ട് പറക്കുന്നില്ലായിരുന്നോ? സത്യത്തിൽ നിനക്ക് എഴുത്ത് തന്നത് ഞാനാണോ അതോ സൂപ്പർമാനോ? കണ്ടോ കണ്ടോ നിങ്ങള്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത ആളെ കുറിച്ച് കണ്ണി കണ്ടതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അവർക്ക് കയറിയങ്ങ് നൊന്തു. അയ്യോ അതെ, ഒക്കെ ശരി. ഞാൻ 8ൽ പഠിക്കുമ്പോ രാജുവിനും, 9ൽ പഠിക്കുമ്പോ ബൈജുവിനും, 10ൽ പഠിക്കുമ്പോ ഷിജുവിനും ഒരു കുഞ്ഞു കുഞ്ഞു ലെറ്റർ കൊടുത്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അമ്പടി കിളിക്കത്തിലെ രേവതി. എടി, വിതച്ച നെല്ലും വീട്ടിലിരിക്കുന്ന പെണ്ണും ഒരുപോലെ. അതെന്തേ? കണ്ണ് തെറ്റാൽ അന്യന്റെ കോഴി വന്ന. അതെ, കൊയ്താ മാത്രം പോരാ, മെതിക്കാനും അറിയണം. വേണ്ടെന്ന് വെച്ചല്ലേ ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്തൊക്കെ ആയാലും എന്ത്, ഒരു രാജവെമ്പാലെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? ഓ, ഗർഭിണിയായിട്ടുള്ള രാജവെമ്പാല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. കളിയാക്കണ്ട കളിയാക്കണ്ട. ഇനി ഈ തവളകൾ വയറ് വീർപ്പിക്കുന്നത് അഭിമാനം കൊണ്ടാണ്. ആ, അത് തവളകളുടെ കാര്യം. നിങ്ങളുടെ ഈ കുമ്പ വീർത്തിരിക്കണതേ ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നോണ്ടാ. നോക്ക്, ഒന്ന് നോക്ക്. നോക്കണേ, നമ്മൾ വെറുതെ ഇവിടെ കിടന്ന് കച്ചിൽ പിച്ചിൽ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോളുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ ഞാനൊരു ഒളിഞ്ഞു നോട്ടക്കാരനെ ഏർപ്പാടാക്കി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെയും കൊച്ചിന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാം. ചെപ്പക്കുറ്റി നേരുവരുത്തും. അല്ല, ഒളിഞ്ഞു നോട്ടമല്ല, എന്റെ പേര് മറന്നുപോലെ. മഷി നോട്ടം മഷി നോട്ടം മഷി നോക്കാൻ വിദഗ്ധരായ ഒരു ജോത്സ്യരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ ഇന്ന് ഇവിടെ വരും. അതെ, നിങ്ങൾ ആരാണ്ട് വിളിക്കുന്നുണ്ട്. പട്ടിയുണ്ടോ? ഞാനിവിടെ ഉണ്ട്, കയറി പോരെ. വടക്ക്, കോഴിക്കോട്, കിഴക്ക്, എരുത്തില്, പടിഞ്ഞാറ്. മിണ്ടല്ലേ, അതിന്റെ ഒരു സെറ്റപ്പ്. അതും മിണ്ടരുത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് അടി കിട്ടിയ സ്ഥലമാണ്. ദൈവം കേറിയെന്ന് കണ്ടില്ലേ? ത്രികാലജ്ഞാനിയാണ്, ഒരുപാട് അറിവുകളുള്ള മനുഷ്യനാണ്. ഈശ്വരൻ മൊത്തം കലാശിച്ചിരിക്കുകയാണ്. ആരാണ്? ഞാനാണ്. എന്തു വേണം? കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. വേറെ വല്ലതും വേണോ? പെട്രോൾ ഉണ്ടോ? വേറെ വല്ലതും വേണോ? പഞ്ഞിയുണ്ടോ? അല്ല, ഇതൊക്കെ എന്തിനാണ്
ദൈവത്തിന് പറഞ്ഞു കൊടുക്ക്, ഇതൊക്കെ എന്തിനാണ് ഈ ദൈവത്തിന്? എടീ സാമുദ്രോഗി, മനുഷ്യൻ നടക്കണ വഴിയിലാണ് ഈ തുരുമ്പെടുത്ത് ആണി കൊണ്ടിടണത്. കാലിൽ പൊത്ത് കയറി എന്റെ അയ്യോടാ കുരുക്കാച്ചിയെ, ഇരി കാലിൽ ആണിയും കയറ്റിക്കൊണ്ട് അവസ്ഥനെ വന്നത്. ഇവിടെ ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? പ്രശ്നമുണ്ട്. ലഗ്നാൽ രണ്ടാം പാദത്തിൽ ഒളിഞ്ഞു നോക്കി. ആര്? മധു. ഈ മധുവാണോ? അയ്യോ ആ മധു അല്ല ബുധൻ. ആകെ പ്രശ്നമാണ്. സ്റ്റാർ പറയുക. മണ്ടിപ്പെണ്ണി. അയ്യോ ആ സ്റ്റാറിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ മോളുടെ നക്ഷത്രം പറയുക. മോളുടെ നക്ഷത്രം പച്ച. അല്ല പച്ചയെന്ന് പറഞ്ഞൊരു നക്ഷത്രം ഉണ്ടാ? അല്ല, ഈ കഴിഞ്ഞ ക്രിസ്മസിന് എന്റെ മോള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നക്ഷത്രം പച്ചയായിരുന്നു. അയ്യോ ആ നക്ഷത്രത്തിന്റെ കാര്യമല്ല. അതായത് അശ്വിനി ഭരണി കാർത്തിക രേവതി മൂലം തന്റെ നക്ഷത്രം മൂലം തനിക്കൊരു അപകടം ഉണ്ടാവും. ഒരു ഇരുമ്പിന്റെ നിക്കർ വാങ്ങിച്ചിട്ടാൽ ഈ പറഞ്ഞ സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പേരെന്താ പറഞ്ഞത്? ത്രിവിക്രമം പ്ലാ. നിനക്ക് ഇതിലും വലുത് ഏതാണ്ട് വരാനിരുന്നതാ. ഇത് തന്നെ അവസാനം. അപ്പോ ഇപ്പൊ എന്താ നാം ചെയ്യണ്ടേ? നമ്മുടെ കൊച്ചിന്റെ വിവാഹത്തിനുള്ള മുഹൂർത്തം അങ്ങോട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ കൊച്ചിന്റെ അല്ല, നിങ്ങളുടെ കൊച്ചിന്റെ. ശരി, അപ്പൊ അതങ്ങോട്ട് നോക്കാം. ഇത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്കും ചിലരൊക്കെ അറിയിക്കാനുണ്ട്. ആരെ? ആ, നിങ്ങൾ കയ്യൂക്ക് കാണിച്ചില്ലേ? കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിലേ എനിക്കും ഒരാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിന്റെ അഹങ്കാരവും കുന്തളിപ്പും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ പുറകിൽ ആരോ ഒരാളുണ്ടെന്ന്. വിളിക്കാൻ വേട്ട വളിയനെ. ഞാൻ വിളിക്കാം. പക്ഷേ ആ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ആ വിളിക്ക് വിശ്വരൂപത്തിനെ ഞാനൊന്ന് കണ്ടിട്ട് പറയാം. നാരായണ മാമ, ഈ വിശ്വത്തിൽ അനേകായിരം കോടി ലക്ഷക്കണക്കിന് രൂപങ്ങൾ ഉണ്ടായിട്ടും ഒരു രൂപവും ഇല്ലാത്ത ഇങ്ങനൊരു രൂപത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്റെ ആരാന്നാ പറഞ്ഞു? എന്റെ നാരായണ മാമൻ. ഇത് നാരായണൻ മാമനല്ല, നാരായണൻ മൂങ്ങ. മാമ ഇതൊന്നും കേക്കണ്ട. മാമ വന്ന് എന്റെ കൊച്ചിന്റെ മുഹൂർത്തം കുറിച്ച്. ഈ പട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഈനാ പേച്ച് ഇവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. എനിക്ക് ഇറങ്ങി പോടാ പട്ടി. ദേ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിക്കാൻ. പട്ടിയെ പട്ടി എന്നല്ല ദുൽഖർ സൽമാൻ എന്ന് വിളിക്കാൻ പറ്റും. ആരാവശ്യം പറഞ്ഞല്ലോ. അടിച്ചാൽ കർമ്മ കുറ്റി ഞാൻ അകരോട് നിന്റെ മണ്ടടിക്കാൻ മരമാക്രി. തമ്പി, നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ പേരുകൾ എന്താണെന്നും എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഇവൻ പണ്ടെന്റെ ശിഷ്യനായിരുന്നു. എന്റെ കൂടെ ജ്യോത്സ്യം പഠിക്കാൻ വന്നവനാ. ഒരിക്കൽ ജ്യോത്സ്യം പഠിക്കാൻ വന്ന് ഇവനെ കൊണ്ട് ഞാൻ എടുത്ത് ജ്യോത്സ്യം നോക്കാൻ പോയി. അവിടെ ചെന്ന് കബഡി പലക എടുത്ത് കബഡി നിർത്തി. എന്റെ ഒരു കബഡി അങ്ങ് തെറ്റി. എന്റെ ജ്യോത്സ്യം പൊളിഞ്ഞു. നാട്ടുകാരനെ തല്ലുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി ഓടി ഇവനെ കണ്ടു കാണിച്ചിട്ട് ഞാൻ കച്ചക്കാരന് ഓടിച്ചെന്ന് ഒരു പൊട്ടക്കിണറ്റി വീണു. അവിടെ കിടന്ന് ഞാൻ രക്ഷിക്കൂ എന്ന് വിളിച്ചപ്പം രക്ഷിക്കാൻ വന്ന നാട്ടുകാരോട് ഈ പട്ടി പറയുകയാണ്, രക്ഷിക്കണ്ട, പൊട്ടക്കിണറ്റിൽ പച്ചത്തവളയാ കിടക്കുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ടക്കിണറ്റിനകത്ത് കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞത്. എന്നെ പൊക്ക് പൊക്ക് പൊക്കെന്നാ ഞാൻ പറഞ്ഞത്. ഞാനത് അറിഞ്ഞില്ല കേട്ടോ, സത്യം പറയാം. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മോടെ വിവാഹത്തിനുള്ള ഒരു മുഹൂർത്തം കണ്ടെത്തി തരൂ. എന്റെ കൊച്ചിന്റെ കാര്യമുണ്ട്, ഞാൻ ഏറ്റതാണ്. നാളെ പറയാം. നാളെന്താണ്? ഇവളത്തം ഞാൻ ചിത്തിര. കിളിയുടെ നാളാണല്ലേ? ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങള്. ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ ഉടനെ മുഖം വെറുപ്പിക്കും. അപ്പൊ ഇറങ്ങിയാലോ? വയറ് വെറുപ്പിക്കും. അപ്പോ നമുക്ക് അങ്ങോട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം. എനിക്കും ധാരിക്കാനുണ്ട്. എന്റെ വാട്സപ്പ് ദേവ, ഫേസ്ബുക്ക് ഭഗവതി, എന്നെ കാത്തിരക്ഷിക്കണേ. വാട്സപ്പ് ദേവന് ഫേസ്ബുക്ക് ഭഗവതിയോ? എവിടെ ഉള്ളത്? സാംസങ് അമ്പലത്തിലത്. അപ്പം തുടങ്ങാല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഞങ്ങളുടെ പരമ്പരാഗത ആചാരമാണ്. നിന്റെ പരമ്പരാഗത ആചാരമാണോ ഊതുന്നത്? പിന്നെ ഇതിനകത്ത് ഒഴിക്കാനുള്ള മക്ഷി ആന്ധ്രയിൽ നിന്ന് എന്റെ അച്ഛൻ കൊണ്ടുവരും. അല്ല പിന്നെ അപ്പോ ഇതൊന്നും നടക്കും തോന്നില്ല. ഇതിനകത്ത് എന്റെ കബഡി ടാബിൽ നമ്മൾ നോക്കാം. കബഡി ടാബോ? ജോത്സ്യം കഴിഞ്ഞ പുതിയ ടാബാണിത്, കബഡി ടാബ്. കിടുകിടട്ട കിടുകിടട്ട കിട്ടക്കിട്ടക്കാ. ഇത് വോയിസ് ലോക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. കിടുകിടട്ട കിട്ടക്കിട്ട കിടുകിട. അയ്യോ ലോക്കായി. ഇതൊക്കെ എന്നെ കൊണ്ട് എന്തിനാ പറയിക്കുന്നത്?
കിടുകിട കിട്ട കിട്ട അപ്പൊ ഇത് നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും ഇതിൽ അല്ലേ? നോക്കിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആണോ? എന്തും അറിയാനും പറ്റും. എന്തും അറിയാനും പറ്റും. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടുമോ നോക്കിയേ. ഇത് OLX അല്ല, ഇത് കബഡിക്കാണ്. ജോത്സ്യത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? ഇതൊക്കെ കള്ളത്തര. ഇപ്പൊ എല്ലാ പെട്ടിക്കടയിലും ഉള്ള സാധനം ഈ കമ്പ്യൂട്ടർ ജോത്സ്യം. അത് ശരി. പക്ഷെ എന്റെ കവടിയും വെറ്റ അങ്ങനെയല്ല. ഞാനൊരു കാര്യം ചെയ്യാം. കവടി വെച്ച് ഒരു പ്രയോഗം. കത്തിക്കാൻ പോവാണോ? ഇവന്റെ കബഡി പ്രയോഗം എനിക്കൊന്ന് കാണാം. ഒരു സംശയം ചോദിച്ചോട്ടെ, നീ കബഡി ഒഴിയുകയാണോ അതോ ഷക്കീലെ തടവുകയാണോ? അതല്ല, കവടി വെച്ച് ഇങ്ങനെ കറക്കിയപ്പോഴേ നല്ല സുഖം. 6ക്ക് 3, 3ക്ക് 4, 8ക്ക് 12, 2. കടുത്തു. ഞാനും വരാം തൃശ്ശിവ പേരൂർ പൂരം കാണാൻ. വെട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അപ്പോഴാ 1-ാം തീയതിയായില്ലേ അമ്മേ കൈവിറയ്ക്കണല്ലോ, ബാറ് തുറക്കാണ്ട് എൻ്റെ തല പെരുക്കണല്ലോ. ചെക്ക്. ഇവിടെ എന്തോന്ന് ചെക്ക്? നീ എനിക്ക് തരാനുള്ള 2000 രൂപയുടെ ചെക്ക് തന്നില്ലേ, അത് ബൗൺസ് ആയിപ്പോയി. വേറെ ചെക്ക് താ. അത് കള്ളക്കളിയാണ്. അത് കള്ളക്കളി. പണ്ട് നമ്മൾ കളിക്കുമ്പോ അണ്ണ ഇങ്ങനെയല്ല കളിക്കണം. അണ്ണ ഇത് കള്ളക്കളി. ഇത് ഇത് ശരിയായ കള്ളക്കളി. correct ആയിട്ടാണ് ഞാൻ കളിച്ചത്. കളിയില്ല. നീ 4 എന്റെ മോടെ മുഹൂർത്തം നോക്കാനല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ 28 നായും പുലിയും കളിക്കാൻ ഞാൻ പറഞ്ഞു വിടുന്നത്. കാര്യങ്ങൾ കൊണ്ട് നോക്ക്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നോക്കി ഗുരുതരമായ പ്രശ്നമാണ്. ഓ. പിന്നെ പ്രതിവിധി എന്ന് പറയുമ്പോ ബൈക്കുണ്ടോ? ബൈക്കുണ്ട്. ഓടിക്കാൻ അറിയുമോ? ബൈക്ക് ഓടിക്കാതിരുന്ന പ്രശ്നമാണോ? ബൈക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് എന്റെ വീട് വരുന്നു പോയിട്ട് വരിക. അതെന്തിനാ? ഇതിന്റെ ചാർജ് എടുത്തോണ്ട് ഇതിന്റെ ചാർജ് വലിച്ചു. എന്റെ മാമ, ഈ ചാർജ് ഇല്ലാത്തൊക്കെ അങ്ങോട്ട് മാറിയിരി. ചാർജ് ഉള്ളതാണെങ്കിൽ ഒന്ന് നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ ചാർജ് ഇല്ലാത്ത സാധനങ്ങൾ, ഇതിലൊന്നും കാര്യമില്ല. അതേസമയം എന്റെ വെറ്റ സത്യമേ പറയൂ. നിന്റെ പറ്റ സത്യം പറയാൻ അതാ തത്തയാണ്. നിന്റെ ടാബാണടാ കള്ളം പറയുന്നത്. എന്റെ ടാബ് കള്ളം പറയത്തില്ല കേട്ടല്ലോ. അതിനോടുള്ള കള്ളം നീ പറയുന്നുണ്ടല്ലോ. എന്റെ മുഖലക്ഷണം പറയാൻ നിനക്ക് പറ്റുമോ? ഇവന്റെ മുകളിൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്നാ കാണട്ടെ. കറക്റ്റ് പറഞ്ഞാൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ചിക്കൻ ബിരിയാണി ഇവന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും ഇവൻ എടുത്ത് കഴിക്കില്ല. അതെന്ത്? ഇവന്റെ വായിന്ന് വരുന്ന ഈ സൈസ് വർത്തമാനാണെങ്കിൽ അടിച്ചവന്റെ 32 പല്ലി ഞാനിപ്പോ പൊഴിക്കും. ദൈവത്തെ ഓർത്ത് എന്റെ മോടെ മുഹൂർത്തം ഒന്ന് കുറിച്ച് തരുമോ? ദാ ഈ കിടക്കുന്നതാണ് ആയൂർ രേഖ. അപ്പൊ ഇതുവഴി പോയാൽ പൊല്ലൂർ 5 അങ്ങനെ പോകാൻ പറ്റൂ? അതിലെ പോയാൽ പറ്റൂല. RKV ബസ്സിൽ കയറി പോകണം എങ്കിലേ പറ്റൂ. ഇത് ആയുഷിന്റെ രേഖ എന്ന് പറയും. ഇവിടുന്ന് ഈ താഴോട്ട് കിടക്കുന്ന രേഖ കണ്ടോ, ഈ താഴെ എത്തിച്ചേരുന്നതാണ് ദാരിദ്ര്യരേഖ. ഈ ദാരിദ്ര്യരേഖ താഴെ ഉള്ളവർക്കാണ് BPL കാർഡിൽ അംഗത്വം കിട്ടുന്നത്. അപ്പൊ താഴെ ഉള്ളവർക്ക് അരിയുണ്ട്. പക്ഷെ മേളിലുള്ളവർ APL കാരാ, അവർക്ക് അരി വേണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ APL. അപ്പൊ നിനക്ക് അരിയില്ല. ഈ താഴെയുള്ളവർക്ക് മാത്രമേ അരിയുള്ളൂ. ഇവിടുന്ന് ഈ കുന്ന് കണ്ടടേ, ഈ കുന്നിന്റെ അവിടെയാണ് എന്റെ ഒരു കുഞ്ഞമ്മ താമസിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തില്ല ഞാൻ പണ്ട് വാടകയ്ക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ നീ വാടകയ്ക്ക് താമസിച്ചോണ്ടല്ലോ കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് നിന്നെ പണിക്ക് കൂടെ കൊണ്ടുപോയത്. പണ്ടൊരു സംഭവം നടന്നത്, എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിന്റെ അവിടെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് ഇവിടിക്കല് ഒരു കൊഴൽക്കിണർ കുഴിച്ചു. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടുത്തെ വെള്ളമാണ് ഈ കൊഴൽക്കിണർ കൂടെ ഇവിടെ വരുന്നത്. അങ്ങനെ ഫാക്ടറിക്കാരൊന്ന് പോലീസ് പരാതി കൊടുത്തു. അപ്പൊ കാണാടാ ഇവിടുന്ന് ഒരു 3-4 പോലീസ് വണ്ടി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി അവിടെ ലാത്തി ചാർജായി പ്രശ്നം. ജനങ്ങൾ മൊത്തം ഓടി അപ്പുറത്തെ വഴി കൂടെ നേരെ കാറങ്ങി വന്നതാ ഇപ്പുറത്ത് വന്ന് ഈ മൈതാനത്ത് വന്ന് കൂടിയിട്ട് പോലീസിന്റെ അടുത്ത് ആകെ പ്രശ്നമായി. മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇവനെ കാരണ ആരെങ്കിലും ഒരുത്ത മണ്ടത്തരം പറഞ്ഞാണ് കൈ കൊണ്ട് വെച്ചു കൊടുക്കാതിരിക്കുന്നല്ലേ. അല്ല അത് ഇവിടെ വന്നെന്ന് അറിഞ്ഞ അപ്പുറത്തെ വീട്ടിലാണ്. അപ്പുറത്തെ വീട്ടിലാണ്. എന്ത് വേണം? അല്ല എൻ്റെ ജാതകം ഒന്നും
ജാതകം ആ, നോക്കാം അതെ നോക്കണം. എന്ത് കാര്യം എന്താ പോലെ കല്യാണം ആ കഴിക്കാം കല്യാണത്തിന്റെ കാര്യങ്ങൾ നേരത്തെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാൻ. എത്ര വയസ്സുണ്ട് എനിക്ക് 34. 34 കൊച്ചു പയ്യനാ കൊച്ചു പേന കണ്ടാ പറയില്ല 34 കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഞാൻ ആരും വന്നിട്ടില്ല. ഇല്ല, ആരും വന്നില്ല. BP-യുടെ അസുഖം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെ പറയും? അല്ല പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ ഇത് പറയാൻ പറ. എന്ത് പറ. ഈ ജാതകക്കാരൻ ആ ഇപ്പോ ജീവിച്ചിരിപ്പില്ല, മരിച്ചു കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞു. ഞാനോ? മരിച്ചു. ഞാൻ മരിച്ചെന്നോ? ഓ, ഈ ജാതകക്കാരൻ നീ ആണെങ്കിൽ അവൻ മരിച്ചു. അയ്യോ, ഞാൻ മരിച്ചെന്നോ? മരിച്ചടാ. ഞാൻ മരിച്ചു. എന്ന് മരിച്ചു പോയി. എന്നേ പോയി. എന്നേ മരിച്ചെന്നോ? ആ, എന്നേ മരിച്ചു. ഞാൻ മരിച്ചെന്നോ? ഇവിടെ മരിച്ചേ. ഞാൻ മരിച്ചെന്ന് സത്യം. ഞാൻ മരിച്ചെന്ന് പറയുന്നു. അയ്യോ, ഞാൻ അമ്മയെന്ന് വിളിച്ച് പറയട്ടെ. നീ മരിച്ചെന്ന് പറ. വർഷങ്ങൾക്ക് മുമ്പാണ്. ഓ, ആ, നേരത്തെ മരിച്ചത്. അമ്മേ, 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 ഞാൻ മരിച്ചെന്നമ്മേ. ആ, കുറെ നാളായി അമ്മ അറിഞ്ഞില്ലേ അമ്മ? എന്നിട്ട് അമ്മ ഇതുവരെ എന്നെ അടക്കം പോലും ചെയ്തില്ല അമ്മ. എന്റെ കൂട്ട് അമ്മ, ഞാൻ രതീഷിനെ സോമനേക്കെന്ന് വിളിച്ച് പറയട്ടെ അമ്മ. ഇപ്പൊ പറ. വിളി വിളി വിളി. ആ, സോമ, എടാ, ഞാൻ മരിച്ചില്ല. ഇന്നലെ നമ്മൾ കണ്ടിട്ടിരുന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ മരിച്ച കാര്യം? നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട്, എല്ലാവരോടും അറിഞ്ഞു വെച്ചിട്ട് ഞാൻ മരിച്ച കാര്യം ആരോടും പോയി എന്നെ അറിയിച്ചിട്ടല്ലോ. എനിക്ക് വയ്യ. അയ്യോ, ഞാനില്ല, ഇപ്പൊ ഇല്ല. ഞാനിപ്പോ ഇല്ല. ഇപ്പൊ ഇല്ല. ഈ നീ അല്ല. ഞാനല്ല. നീ ഇവിടെ ഇല്ല. ഞാനല്ല. വേറെ എവിടെയോ ആണ്. പോയി എന്റെ അമ്മേ. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണ്ടേ? ഞാനെങ്ങനെ മരിച്ചത്? അതായത് സാധാരണ ഈ അപകടം വല്ലതും ആണോ? അല്ലല്ല, പിന്നെ ഈ ജാതകത്തില് ആ. അതായത് കണ്ടാ ക, ശു, ജ, മ, കോ ഓ, ഇതൊക്കെ കാണും. നിന്റെ ജാതകത്തിൽ നോക്കാണ് ഇതൊന്നുമില്ല. അപ്പൊ നീ മരിച്ചു കഴിഞ്ഞു. നോക്ക്. പിന്നെ ഒന്നുമില്ല. ഇവിടെ മരിച്ചിട്ട് തന്നെ ചിരിക്കുന്ന ഇത്രയും സന്തോഷം. സന്തോഷിക്കുന്നതാണോ മരിച്ച? എന്താടാ എടാ കാര്യം പറ. വേറെ വിഷയമുണ്ട്, അതന്നെ. എന്താണ്? അല്ല, വേറെ എടാ പറ. ഇല്ല, ഒന്നുമില്ല. എടാ ജോത്സ്യത്തിന് ഡോക്ടർക്ക് കള്ളം പറയുന്നത് പറയടാ. അതെ, ആ, ഈ കാർഡിത് അത്തച്ചിട്ടിയുടെ കാർഡാണ്. പോടാ. അത്തച്ചിട്ടിയുടെ കാർഡ് കൊണ്ടുവന്നിട്ട് ജോത്സ്യന്മാരെ കളിയാക്കാൻ വേണ്ടി. നീ മരിച്ചതല്ല, നീ മരിക്കാനുള്ളവനാ. അല്ല പിന്നെ ഇത് കഥ. ഈ റോഡേ പോകുന്നവരെ വഴിയെ പോകുന്നവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി എന്തൊരു വിട്ടിത്തരമാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ ഈ നെറ്റി ഒട്ടിച്ച വാട്സപ്പ് ഒക്കെ ഒറ്റ അടി വെച്ചതാണ്. കൊച്ചിന്റെ മുഹൂർത്തം നോക്കൂ. ഇതാക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കുറ്റം പറയാൻ സമ്മതിക്കരുത്. അങ്ങനെ ഇതാരാന്നറിയടാ നിനക്ക്? അറിയാം. എടാ ഇവൻ, എടാ ഞാനെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയി പ്രസിഡന്റ് പതക്കം മേടിച്ചിട്ടുള്ളവനാ. ഇത് വാങ്ങിക്കാൻ എന്തിനാ ഡൽഹി വരെ പോയത്? എന്തേ? ഇവിടുത്തെ പാളയ മാർക്കറ്റിൽ കിട്ടത്തില്ലേ എന്തോന്ന് പടക്കം? പടക്കമല്ലടാ, പതക്കം പതക്കം. നിനക്കൊന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞൂടാ. ഇനി വരൂ, വെറ്റിലയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. എങ്കിൽ ഞാൻ തമ്പാൻ ഒരു സാധനത്തിന് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്ത് അതിലും നല്ലൊരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സാധനം നല്ല കഴക്കൂട്ടത്താണുള്ളത്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു കാര്യം ചെയ്യാം, 100 രൂപ പെട്രോൾ അടിച്ചാൽ മതി, എന്റെ വീട്ടിൽ പോകാം. മക്കളെ, എന്റെ കഴക്കൂട്ടം മാമന്മാരെ നോക്ക്. നീ വാ. ഈശ്വരനെ മനസ്സിൽ ധനിച്ച് ഇതിലേക്ക് സൂക്ഷിച്ചു നോക്ക്. മഷി പട്ടിയാ? അമ്മശി പറ്റി എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. വെറ്റിലയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. വാ, സൂക്ഷിച്ചു നോക്ക്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലെന്ന്. നിന്റെ കണ്ണി കുരുവാടാ. ഈ വെറ്റേരെ ഓർത്ത് മഷി അയച്ചേക്കണ നീ കണ്ണു കണ്ടുകൂടാ. കുറെ നേരം കൊണ്ട് തൊണ്ട പൊട്ടി ചോദിക്കുന്നു വല്ല കാണാന്ന്. അവൻ കാണല്ലെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് മുഹൂർത്തം കുറിച്ച് താ. ഞാൻ മുഹൂർത്തം കുറിക്കാൻ പോവാണ്. കുറിക്ക്. കിടകിടകിടകിടകിടകിടകിടകിടക്കി. അതിന് മാത്രം ഒരു കുറവുമില്ല. എന്ന് നടത്താൻ ചുമ്മാ കല്യാണം സെപ്റ്റംബറിൽ നടത്താം. അത് പറ്റൂല. എന്തേ? അതിന്റെ അടുത്ത് ഒക്ടോബർ കിടക്കയില്ലേ? എന്താ സെപ്റ്റംബർ ഒക്ടോബർ കിടന്ന ഡിസംബർ വന്ന് പീഡനത്തിന് അറസ്റ്റ് ചെയ്യും ഒക്ടോബറിന്. അങ്ങനെയാണെങ്കിൽ കന്നിമാസത്തിൽ നടത്താം. കന്നിമാസത്തിൽ പറ്റൂല. അതെ, കന്നിമാസത്തിൽ എനിക്ക് ഒഴിവില്ല. ലോകത്തുള്ള പട്ടിയൊക്കെ ഒഴിവില്ല. പിന്നല്ല അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിയുടെ പ്രസിഡന്റ് ആണോ? പട്ടി പ്രസിഡന്റ്? ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ? എന്റെ കൊറേ പൊന്നു മോളെ, നേരമായില്ല. ഒന്നും പറയണ്ട. ഈ വൗതിൽ കിടന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി. പിന്നല്ല. മാമൻ ഇപ്പൊ നോക്കി റെഡിയാക്കി തരാം. ഇപ്പൊ നടക്കും. ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്ക് എടുത്ത് അത് വേറെ രസം. ഈ ഫേസ്ബുക്ക് എടുത്താണോ കുഴപ്പം എന്താ അറിയാം? നോക്കി, ഈ ഫേസ്ബുക്ക് എടുത്താണ് ഇപ്പൊ എല്ലാം ലൈവിൽ വരക്കുക. ചത്ത ലൈവ്, പുട്ട് തിന്നാ ലൈവ്, കക്കൂസി പോയ ലൈവ്, കുളിച്ചാ ലൈവ്, പെണ്ണിനെ കണ്ടാ ലൈവ്, ബസ്സിൽ കയറിയ ലൈവ്. ഇപ്പൊ നോക്കിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന്റെ ഫ്രണ്ടില് ഒരു പെങ്കൊച്ച് പരസ്യമായിട്ട് കല്യാണം കഴിക്കുന്നു.
പോലീസുകാരൊക്കെ കാവലിരിക്കാൻ നോക്കിയാണ് ഒരു ചെലവും ഇല്ല ലൈവ് വാ, കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്തെന്നറിയാ ഇത്ര ആഡംബരമൊന്നും ഇല്ലാതെ നോക്കിയാണെങ്കിൽ ലൈവ് ആക്കി ലൈവ് അല്ലേ ഇങ്ങോട്ട് നോക്കി, നോക്കി, ഇങ്ങോട്ട് പോയി നോക്കി. സത്യം പറഞ്ഞ കല്യാണം നടക്കുവാണെങ്കിൽ ഇങ്ങനെ നടക്കണം അച്ഛനമ്മമാരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ നടത്തണം കല്യാണം. ബഹളം വെച്ച് പൈസ ഉണ്ടാക്കിയല്ല അല്ലേ അയ്യോ നമ്മുടെ മോളെ ഇത് നമ്മുടെ മോളാണ് വിഷയം. എന്റെ മോളെ അയ്യോ! എന്റെ മോള്! ഏതാ ഈ കൊമ്പൻ? പോടാ! ഇവിടെ വിളിച്ചിട്ട് അവൻ കേൾക്കൂല. നിങ്ങളുടെ മോളാണോ ഇത് രാവിലെ പഠിക്കാൻ പോയേണാ എടാ ഇപ്പോഴത്തെ പെൺകൊച്ചുങ്ങൾക്ക് ഓരോ മൊബൈലും മാറ്റി കൊടുത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറക്കി വിടമ്പം വീട്ടിൽ ഇരിക്കണ മാതാപിതാക്കൾ ആലോചിക്കണം അവർ എന്തറിന് പോയി എവിടെ പോണേ എന്തിനു പോണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളെ മാതാപിതാക്കളുടെ ലൈഫിൽ പല ലൈവുകളും ഇങ്ങനെ കാണേണ്ടി വരും. അനുഭവിച്ചോ? അതുകൊണ്ട് പറയുകയാണ് ഇനിയെങ്കിലും സൂക്ഷിക്കണം. എപ്പടി അങ്ങനെ നമ്മൾ ഒരു തകർപ്പൻ സ്കിറ്റ് കൂടി കണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് ഈ ടാറ്റു. അപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ജോൾസിനെ നമ്മൾ കണ്ടു. ഒരു ഗുണപാഠം ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ അല്ലേ? ഓഡിയൻസ് എന്ത് പറയുന്നു? രസമുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നെൽസൺ ചേട്ടൻ സൈഡിൽ കൂടെ വന്ന് സ്കോർ ചെയ്തിട്ടങ്ങ് പോയി. അയ്യോ ഞാൻ ചപ്പേന്നൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഓവറോൾ പെർഫോമൻസ്? എന്ത് പറയുന്നു ഓഡിയൻസ്? ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ തലമുറയിലുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചായിരിക്കരുത് മൊബൈൽ ഫോൺ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം രക്ഷകർത്താക്കൾ അത് വാങ്ങിക്കൊടുക്കേണ്ടതൊരു അഭിപ്രായം. ഞാനുണ്ടല്ലോ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കുവേ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ജീവിതം ആകെ പ്രശ്നമായി, ഊട്ടിന്ന് ഊളംപാറ എത്തി എന്നൊക്കെ പറയണ്ടായിരുന്നേ. അപ്പം മൊത്തത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കലാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ സ്ത്രീകളെന്ന് ഡീഗ്രേഡ് ചെയ്തു. അപ്പോഴാണ് ഭാഗ്യത്തിന് ഭാര്യ പറയുന്നത് നിങ്ങളുടെ ഈ കുമ്പിങ്ങനെ ഇരിക്കുന്നത് ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടാണ്. സന്തോഷമായി. ഒറ്റയടിക്ക് അതുവരെ ഭാര്യയെ ഇട്ട് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരു സ്പോട്ടിന് ഒരു ഡയലോഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് ബാലൻസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഹാപ്പി. തൊഴിലുറപ്പ് പോകണമെങ്കിലേ ഞങ്ങളുടെ സഹായം വേണം, അറിയാമോ? ഞങ്ങളുടെ ഫുൾ കൈ ഷർട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും കാണും. അപ്പുറത്തെ വീട്ടിലായാലും ഞങ്ങളുടെ ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഉല്ലാസേട്ടാ? തകർത്തു, സൂപ്പർ ആയിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കിഷോർ ചേട്ടൻ്റെ ഇന്റർവ്യൂയോട് കൂടി അത് അത്യുന്നതങ്ങളിൽ എത്തിച്ചു. നല്ല സ്ക്രിപ്റ്റായിരുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. സന്തോഷ് അതിനകത്ത് ഓവറോൾ നിന്നതെല്ലാം ഒരു നെടുന്തൂണ് പോലെ നിന്ന് കൈകാര്യം ചെയ്തു. ജയൻ ചേട്ടൻ്റെ വരവോട് കൂടി കുറച്ച് കൂടി മുകളിലോട്ട് വന്ന് പിന്നെ അതിൻ്റെ പരിപൂർണതയിൽ കിഷോർ ചേട്ടൻ വന്നപ്പം അത് പരിപൂർണതയിൽ എത്തിച്ചു. പിന്നെ പുതിയൊരു ഗെറ്റപ്പിൽ ഞാൻ ആദ്യമായിട്ട് കിഷോർ ചേട്ടനെ കാണുന്നത് ന്യൂ ജനറേഷൻ ഗെറ്റപ്പ്. നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് സ്റ്റാർസ് വേണ്ടേ? എത്ര സ്റ്റാർ കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാം, ഇന്നത്തെ ഇവരുടെ ഈ മികച്ച പെർഫോമൻസിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? 5. എനിക്ക് തോന്നുന്നു മെജോറിറ്റി 4 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 4 ഫിക്സ് ചെയ്യാണ്. ഈ ടീമിന്റെ പെർഫോമൻസിന് കിട്ടുന്നത് 4 സ്റ്റാർസ് ആണ്. ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചറും. അപ്പൊ നമുക്ക് നമ്മുടെ താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉല്ലാസ് ചേട്ടൻ എന്താ? നെൽസൺ ചേട്ടാ. അപ്പൊ നമ്മള് മറ്റൊരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അരുൺ സാം. അരുൺ സാം ആദ്യമായിട്ട് ഈ ശബ്ദം അനുകരിക്കുന്നത് എന്റെ വീട്ടിൽ ഇരുന്നാണ്. ഒരു ദിവസം വഴി വെച്ച് ഒരു പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞാനിങ്ങനെ ചേട്ടൻ്റെ അമ്മയുടെ സൗണ്ട് അനുകരിക്കും. ചേട്ടൻ്റെ അമ്മ അതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമുക്ക് സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും ഒക്കെ വളരെ കാലങ്ങളായിട്ട് സുപരിചിതയായ സേതുലക്ഷ്മി അമ്മയാണ് കിഷോറേട്ടൻ്റെ അമ്മ. സേതുലക്ഷ്മി അമ്മയുടെ ശബ്ദം അനുകരിക്കും. ജന്മം കൊണ്ട് ചേട്ടന്റെ അമ്മയാണെങ്കിലും ശബ്ദം കൊണ്ട് എന്റെ അമ്മ. അപ്പൊ ഇവന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടന്റെ അമ്മയുടെ ശബ്ദം അനുകരിക്കും, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഇത് സ്റ്റേജിലൊന്നും ചെയ്തിട്ടില്ല, ആദ്യം തന്നെ ചേട്ടന്റെ അമ്മയുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടത് ഇവൻ അമ്മയുടെ ശബ്ദം അനുകരിച്ച്. അമ്മ ഇങ്ങനെ കുറച്ചേരം ഇവനെ ഇങ്ങനെ നോക്കിയിട്ട്, കൊള്ളാടാ യവനെ ഇനി ഡബിങ്ങിന് കൊണ്ടുപോകുമെന്ന്, എന്റെ ശബ്ദം ഇവൻ കൊടുത്തോളൂ. അത് കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ശബ്ദം തന്നെ ആദ്യം ഒന്ന് കേൾക്കാം അരുണിന്റെ അടുത്തുനിന്ന്. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഹവോൾ ഡയറി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു.
അയ്യോ, മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ഇതാദ്യമായിട്ടാണ്. പറയാനാണേലും പെൻഷൻ്റെ പാതി വായിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ. ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. വല്ലപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. എല്ലാ ദിവസവും നമ്മൾ തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണേലും മോളെനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ മക്കളെ. ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മ അഭിനയിച്ച ലെഫ്റ്റ് എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ അമ്മയുടെ ശബ്ദം പഠിക്കുന്നത്. അപ്പോൾ ആ ശബ്ദം ഒന്നായിരിക്കാം. എല്ലായിടത്തും ഉണ്ടറങ്ങ ഇതൊന്നൊന്ന് കവടിയാറ് കൊട്ടാരോ അല്ലേ. പിന്നെ ഇവൻ്റെ തന്ത പണ്ട് കറണ്ട് ഓഫീസിൽ ലയന്മാനായിരുന്നു. ജീവിക്കാൻ അറിഞ്ഞൂടാത്തൊരു മനുഷ്യൻ. ജയൻ്റെ സുകുമാരൻ്റെ യാത് പടം വന്നാലും എന്നെ മോളെ വലിച്ചെടുത്തോണ്ട് പോകും. അങ്ങനെ പണ്ട് ജയൻ്റെ അങ്ങാടി എന്ന് പറഞ്ഞൊരു സിനിമ പടം ഇറങ്ങിയപ്പം ഇവനെ വയറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ പോയത്. അതിൽ ജയൻ്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്, വി ആർ കൂലീസ് ബർഗേഴ്സ്. തിയേറ്ററിൽ ജനം ഇളകി മറിഞ്ഞു മക്കളെ. എനിക്കാണെങ്കിൽ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്നൊരു രോമാഞ്ചം ഇങ്ങോട്ട് വന്ന്. അത് അടിവയറ്റി വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. രോമാഞ്ചം അല്ലായിരുന്നു, പേറ്റുതോവായിരുന്നു. പിന്നെ അങ്ങനെ എന്നെ മോളെ എടുത്തോണ്ട് ഓടിയ ഓട്ടം. ആശുപത്രി ചെന്ന് കയറിയതും പെറ്റതും ഒരുമിച്ച്. അപ്പം തന്നെ പേര് വിട്ട് ജയനെന്ന്. അടിപൊളി ഡയലോഗും ആയിരുന്നു വേണ്ടത്. പ്രസന്റ് ചെയ്തതും ഗംഭീരമായിട്ടുണ്ടായിരുന്നു അരുൺ. വെരി ഗുഡ്. ഇപ്പം നമുക്ക് ജാവ എന്താണെന്ന് വിടുവിച്ച വിനയ് ഫോർട്ടിന്റെ ശബ്ദം. ചേച്ചിക്ക് ഓടാൻ പറ്റുമോ? തോറ്റോടാനല്ല, അത് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. ഇതല്ല, വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. ജീവിതത്തിൽ തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്നേ വരെ. അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ജാവ സിമ്പിൾ അല്ല, പവർഫുൾ ആണ്, പവർഫുൾ. യെസ്, നന്നായിരുന്നു അരുൺ. ഇനി മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ താരം, ഇപ്പോഴത്തെ സൂപ്പർ താരം സണ്ണി വെയിന്റെ ശബ്ദം. സണ്ണി വെയിൻ. ഇതാണ് പന്നിന്റെ ഗജരാജമുത്ത്. ഈ ഹൈറേഞ്ച് മുതൽ ഉൾക്കാണ്ടുള്ള സകലതും ഈ സേവർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം ഈ സാത്താന് ഇറങ്ങിപ്പൊക്കോണം ഈ സാത്താന്റെ ഹൈറേഞ്ച് എന്ന്. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഇപ്പോഴത്തെ മറ്റൊരു താരം നിവിൻ പോളിയുടെ ശബ്ദം. നിവിൻ പോളി. ഓക്കെ. അദ്ദേഹത്തിന്റെ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ മാസ ഡയലോഗ്. പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫർ പോസ്റ്റ് ഗ്രാജുവേഷൻ MPhil കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ച് SA ടെസ്റ്റ് എഴുതി 1-ാം റാങ്ക് പഠിച്ച് ഈ പണിക്ക് വന്നത് നിന്നെ പോലുള്ള ഊലാമ്പിയൊക്കെ ചിറക്കാനല്ല. ഇനി നീ വലിയ വർത്താനം പറഞ്ഞാൽ നിന്റെ കാലുമാറി ഞാൻ ഭിത്തിയിലടിക്കും. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും. അടിപൊളി. അടുത്തതാ ഇപ്പോഴത്തെ കൊമേഡിയൻ അജു വർഗീസ്. ഈ കൂട്ടുകെട്ടിലെ അജു വർഗീസ്. ഉമേഷ്, നിന്റെ അച്ഛൻ മരണമാസം അതുപോലെ തന്നെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സിലെ തല്ലി, എന്നെ ഇന്നലെ തല്ലി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിലുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം. അതിപ്പോൾ അമ്മയുടെ പ്രോബ്ലമെന്റ് ആണോ, അച്ഛൻ്റെ പേഴ്സ് ആണോ, പറമ്പിലെ തേങ്ങയാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ആസിഫ് അലിയുടെ ശബ്ദം. ആസിഫ് അലി. ആസിഫ് അലിയുടെ എല്ലാവരും ചെയ്യുന്ന ആക്ടിങ്ങിലാണോ അത് തന്നെ? മനു രാഘവ് ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിൽ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു ഭാസ്കരൻ നേരെ അറിയോ? ഈസ് മൈ ഫ്രണ്ട് ഇൻ ബാംഗ്ലൂർ. ഭാസ്കരൻ്റെ മോളെ പോലെ തന്നെയുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി, എൻ്റെ ഏഞ്ചല് ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ ഇതല്ലേ. അടിപൊളി. ഒരു വില്ലൻ കഥാപാത്രം സുരേഷ് കൃഷ്ണ ഒരു വ്യത്യസ്തതയാണ്, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്, ഒരു പരീക്ഷണം. ഇപ്പോൾ സുരേഷ് കൃഷ്ണയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സീരിയലിലും സിനിമയിലൊക്കെ ഉള്ള വിജയ് മേനോൻ, എത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല, വിജയ് മേനോന്റെ ശബ്ദം ഉണ്ട് കുറച്ചുണ്ടായാലും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാജമാണിക്യം സിനിമയിൽ ഇവർ രണ്ടുപേരും ഉണ്ട്, അറിയാമല്ലോ അല്ലേ? അപ്പോൾ സുരേഷ് കൃഷ്ണ സാറായിട്ടും അദ്ദേഹം വക്കീലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ സീരിയലിൽ ഇവരുടെ ശബ്ദത്തിന് വ്യത്യാസമാണ്. ഒന്ന് ഇത് സുരേഷ് കൃഷ്ണ പറയുമ്പോൾ എപ്പോഴും സ്പീഡായിരിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് വിജയ് മേനോന്റെ അതിലാണ് 2 ഡയലോഗ്. സാറന്മാർ പഠിപ്പിക്കുമ്പോൾ കയ്യോ കാലം തട്ടുന്ന മുട്ടുന്ന ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് അവളുടെ മനസ്സിലിരിപ്പതായത് കൊണ്ട് അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്തവർ വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ അതനുസരിക്കാൻ രമേശന്റെ പാട്ടി വരും.
അപ്പോൾ ഇങ്ങനെ സ്പീഡായിട്ടുള്ള ഇപ്പം വിജയ് മേനോന്റെ ശബ്ദം ആദ്യമായിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് തീർക്കാനുള്ള ഒരു സമയമല്ല മിസ്റ്റർ നാടാർ. രാജരത്നപിള്ളയ്ക്ക് 2 മക്കളെ ഉള്ളൂ. ഒന്ന് നിങ്ങളും മറ്റൊന്ന് റാണി രത്നവും. നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നാൽ ദാറ്റ്സ് എ പവർ ഓഫ് ബ്ലഡ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിടിപിടിക്കാൻ നാടാർ, ഇല്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി. കഴിഞ്ഞ അരുൺ? ഓക്കെ, അപ്പൊ അരുൺ ഇന്ന് നമുക്ക് വേണ്ടി കരുതിക്കൊണ്ട് വന്നത് ഇത്രയായിരുന്നു. സേതുലക്ഷ്മി അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങി കുറേ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കുറേ സ്റ്റാർസിന്റെ സൗണ്ട് ഒക്കെ ചെയ്തു. നല്ലൊരു കയ്യടി കൊടുത്ത് അരുണിനെ നമുക്ക് ഈ വേദിയിൽ നിന്ന് യാത്രയാക്കാം. അരുൺ വീണ്ടും വരാം. ഓക്കെ, ഓക്കെ അരുൺ. പാവം വിശന്നിട്ടാന്ന് തോന്നുന്നു. കയ്യിലിപ്പോൾ തിന്നാൻ കൊടുക്കാൻ ബബിൾക്ക് മാത്രമേ ഉള്ളൂ. ബബിൾക്ക് നിന്ന് അണ്ണാക്കിൽ ഒട്ടി പിടിക്കുമല്ലോ. വിശന്നിട്ടായിരിക്കും. തിന്നാൻ കൊടുക്കാൻ കുഴപ്പമില്ല, തഴമ്പ് വെട്ടിയിട്ടാൻ കൊടുക്കും. ഇനിയും വേണമെന്നോ? എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ തഴമ്പില്ലാതെ വീട്ടിൽ പോണ്ടി വരുമല്ലോ. ചെവി പോയ ഇല്ലെങ്കിൽ വേണ്ട. പെണ്ണുങ്ങളുടെ അടുത്ത് പരാക്രമം വേണ്ട, ആണുങ്ങളുടെ അടുത്തേക്ക് പോയേക്കാം. അയ്യോ, എഴുന്നേക്കാനാ? ആ, എന്തിന് എനിക്ക് സീറ്റ് വേണം. സീറ്റ് തരാൻ ഞങ്ങൾ പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല. ആഹാ, അപ്പൊ മരണം കടിക്കുന്നുണ്ടല്ലേ? അത് ശരി. കേരളം കിടുകിടാ വിറപ്പിക്കുന്ന ഗുണ്ടയായ ഏനാത്തിരാജന്റെ അടുത്താണ് കളി. ഇയാൾ അങ്ങനെ സംസാരിക്കണ്ട. ഞങ്ങളും പാരമ്പര്യമായിട്ട് ഗുണ്ടാക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇന്ത്യക്കാരല്ലേ? അല്ല, ഇന്ത്യക്കാരായ ഗുണ്ടാക്കാരാന്ന്. ഇന്ത്യക്കാരായ ഗുണ്ടാക്കാരാണ്. ഞാൻ ഗുണ്ടയെന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് തർക്കുത്തരം ചെന്നു. പപ്പടം കുത്തും വന്ന 2 എണ്ണത്തിന് ഒന്നിച്ച് ഞാൻ കോർത്തെടുക്കും. ഞാനിന്ന് ചേട്ടൻ അങ്ങോട്ട് പോവാ, ഞാൻ മുമ്പോട്ട് പോകണം. ഇപ്പൊ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഞാൻ സൈഡിലേക്ക് പോകാൻ ഞാനിടാ ഞണ്ടിനുണ്ടായതാണ്. എത്ര നാളായി ചേട്ടൻ എവിടാ? നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. പിന്നെ ഞാൻ എന്നാ ഗൾഫിലാണ്? നിന്റെ കണ്ണിലുള്ള തിമിരാണോ? ഞാനിവിടെ നിൽക്കണം, നീ കണ്ടില്ലേ? ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു മുട്ടായെങ്കിലും എനിക്ക് കൊണ്ട് തരായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ടോ? ഞാനതിനെന്നാ ഗൾഫിൽ പോയെ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, വണ്ടിയുടെ വെളി പെട്ടിയൊക്കെ വെച്ച് കെട്ടി നെടുപ്പാശ്ശേരി വഴി പോകുന്നത്. എടാ, അതെന്റെ കൊച്ചപ്പനെ ചത്തു പോയിട്ട് പുള്ളിനെ പെട്ടിക്കകത്താക്കാൻ വേണ്ടി പെട്ടി മേടിക്കാൻ പോയതാണ്. ഗൾഫിൽ പോയിട്ട് വന്നതല്ല ഞാനത്. ഇപ്പൊ എന്തോ പരിപാടി? ഇപ്പോഴോ? എടാ, ഞാനിപ്പോ പണ്ടത്തെ പോലെയല്ല, ഞാൻ വേറൊരാളാ. നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? മാറിപ്പോയി. ഞാൻ മൊത്തം മാറിപ്പോയി. മൊത്തം മാറി അല്ലേ? വയറൊക്കെ ഉന്തി മുടിയൊക്കെ വല്ലാതായി. എന്തൊരു ഓരാണ്. എടാ, ഞാൻ വെട്ടൂട്ടോ. എടാ, ഞാൻ ആളല്ലെന്ന്. ഞാൻ ഇന്ന് പേര് കേട്ട ഗുണ്ടയാ, ഗുണ്ട. അയ്യോ, ഗുണ്ടയോ? പിന്നെ അല്ലാതെ ചുമ്മാ സത്യം പറ, ശരിക്കും ഗുണ്ടയാണോ? പിന്നെ ശരിക്കും ഗുണ്ടയല്ലാതെ 3 മാസം ആകുമ്പോ ചാർജ് ഇറങ്ങണ ചൈനയുടെ സാധനം എന്ന് വിചാരിച്ചു. എടാ, ഞാൻ ശരിക്കും ഗുണ്ടയാന്ന്. അതൊക്കെ പോട്ടെ, എന്തോ ഇപ്പൊ പരിപാടി? എടാ, ഞാൻ ഏഞ്ചലേഴ്സിൽ വയലിൻ വായിക്കണ ആളല്ല. ഈ വാള് കയ്യിലിരിക്കണമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ ഗുണ്ടയാന്ന്, പേര് കേട്ട ഗുണ്ടയാടാ ഞാൻ. ഗുണ്ടയാണോ? ആ, കഴുത്ത് വെട്ടി രാജൻ. ഏത് മീൻ? മീൻ്റെ അല്ല, കഴുത്ത് വെട്ടിയെന്ന് പറഞ്ഞു. എടാ, ഞാൻ കൊട്ടേഷനാന്ന്. അമാരൊക്കെ പേടിച്ച് വരണ്ടിരിക്കുന്നു. ഞാൻ കൊട്ടേഷനാന്ന്. മനുഷ്യന്റെ കഴുത്ത് വിടുന്ന ആളാന്ന് ഞാൻ. എന്റെ ചേട്ടൻ ഇങ്ങനൊന്നും പോകേണ്ട ഒരാളല്ല. ഈ ഗുണ്ടാപ്പണിക്ക് പോയിട്ട് വല്ല ഗുണമുണ്ടോ? ഗുണ്ടാപ്പണിക്ക് പോയിട്ട് വല്ല ഗുണമുണ്ടോ? നിനക്കൊരു കാര്യം അറിയാമോ? നീ വന്നേ. എത്ര പ്രാവശ്യം നിന്റെ ചായ കുടിക്കാൻ പൈസ മേടിച്ചിട്ടുണ്ട്? അതൊക്കെ ഉണ്ട്. ഒരു കെട്ട് ദിനേശ് പിടി മേടിക്കാൻ നിന്റെ പൈസ മേടിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയതിന് ശേഷം ഇഷ്ടം പോലെ കാശ് എൻ്റെ കയ്യിൽ, ഇഷ്ടം പോലെ കാശ്. പണ്ടത്തെ കഷ്ടപ്പാടൊക്കെ മാറി. ഇന്ന് ഞാൻ സുഖിച്ചു. എനിക്കിന്ന് ഇനി വേദന എന്തെന്നറിയില്ല. നേരം വെളുത്തെഴുന്നേറ്റ് ഇന്നും ഞാൻ നഖത്തിന്റെ ഇടയിൽ ഈർക്കിളി അടിച്ചു കയറ്റും. അതെന്തിന്? വേദന എന്തെന്നറിയാൻ. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. ഈ ഗുണ്ടാപ്പണിക്ക് പോയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോന്നാ ചോദിച്ചത്. പിന്നെ
കിട്ടുന്ന പറഞ്ഞ പൊന്നുമോനെ കണ്ണടക്കാൻ പോലുള്ള സമയങ്ങൾ അത്രക്ക് കിട്ടല. ഞാൻ നമ്മൾ അത്രക്ക് ഏതായാലും നമ്മുടെ നാട്ടിൽ എനിക്കറിയാവുന്ന ഏക ഒരു ഗുണ്ട ചേട്ടനാ. നമ്മൾ ഈ പത്രത്തിലും ടിവിയിലും എല്ലാം നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഗുണ്ടാക്ട് ഗുണ്ടാക്ട്. ചേട്ടൻ എന്ന് പറഞ്ഞുതരാ എന്ത് ഗുണ്ടാക്ട്? ഗുണ്ടാക്ട് എന്താന്ന് ചേട്ടൻ എന്ന് പറഞ്ഞു. ഗുണ്ടാക്ടോ? അതായത് ഗുണ്ടാക്ട് പല സ്ഥലത്തും പല ഗുണ്ടകൾക്കും പല രീതിയിലുള്ള ആക്ട് ആയിരിക്കും. ആക്ട് എന്ന് പറഞ്ഞാൽ ചിലർ കൈ മടക്കി വെക്കും, ചിലർ മീശ ഉണ്ടാവും, ചിലർ തല മൊട്ടയടിക്കും. ഇവർക്ക് പല രീതിയിലുള്ള ആക്ട് ആയിരിക്കും. ഈ അങ്ങനെയുള്ള ആക്ടിനെയാണ് ഈ ഗുണ്ട ആക്ട് എന്ന് പറയുന്നത്. ഏതായാലും എനിക്ക് ഇത്ര കേട്ട സ്ഥിതിക്ക് ഞാനൊരു ഗുണ്ട ആയാലോ എന്നൊരാഗ്രഹം. ചരമദിനാശംസകൾ, ജന്മദിനാശംസകൾ, വിജയ് ഭവ. അപ്പോഴേ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ അടിയൊക്കെ ആയില്ലേ? അപ്പൊ നമ്മൾ ഈ ഗുണ്ടയാകുമ്പോ ഈ ആഹാരമൊക്കെ ഞാനും മാറ്റം വരുത്തി കഴിക്കണ്ടേ? ഗുണ്ടയൊക്കെ ആഹാരം ഒന്നും വലിച്ചു വാരി കഴിക്കാൻ പറ്റില്ല. മിതമായ ഭക്ഷണമേ കഴിക്കാൻ. നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം ഒന്നും വാരി കഴിക്കരുത്. കൊളസ്ട്രോൾ കേടും, ഓടാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ടൊരു ചിട്ട വേണം. അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും കറുത്ത മുട്ടനാടിന്റെ ചന്തിയിലെ ചോര കുടി, കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കണം. എന്ന് ചങ്കിലെ ചോര കുടിക്കാൻ പറ്റുമോ? എടാ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഞാനുണ്ടല്ലോ ഒരു മുട്ടനാടിനെ മേടിച്ച് വീട്ടിൽ നിർത്തിയേക്കുക, പള്ളയ്ക്ക് ഒരു ടാപ്പും ഫിറ്റ് ചെയ്ത്. ഞാൻ അടി ഉണ്ടാക്കിയിട്ട് ഓടി വരും, അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കും, ടാപ്പ് തുറക്കും, ഒരു ഗ്ലാസ് ചോര എടുക്കും, കുടിക്കും, പൂട്ടി വെക്കും. ഇപ്പൊ എന്റെ പെരക്കകത്തുണ്ടല്ലോ ഒരാട് പഞ്ചായത്ത് പൈപ്പ് പോലെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. ഏതായാലും വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തന്നു. ഈ ആരേലും ചേട്ടനെ ആക്രമിച്ചിട്ടുണ്ടോ? എന്നെയോ? എന്തോരും പ്രാവശ്യം ആക്രമിക്കാൻ ശ്രമിച്ച് നടന്നില്ല. ഞാൻ ഭയങ്കര ഗുണ്ടയാണല്ലോ. അതായത് ഞാനൊരു ദിവസം സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വരുന്ന സമയത്ത് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ ഒരു വല്ലായ്ക തോന്നും. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു 3-4 ടീം ഇങ്ങനെ എന്നുവെച്ചാൽ ഒരു വക മൂളലും ഒരു വക മുരങ്ങലും. നമുക്ക് ഈ സാധനം കാണുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ഫീൽഡ് വേറെയാണ്. അപ്പോഴും ഞാനിങ്ങനെ മസലൊക്കെ പിടിച്ച് പതുക്കെ നിന്നു. പക്ഷെ 3-3:30 സമയമായപ്പോഴത്തേക്കും എൻ്റെ കണ്ണൊന്ന് ജിമ്മിപ്പോയി. കണ്ണ് ജിമ്മിപ്പോയി? ജിമ്മിപ്പോയെന്ന് ഞാൻ ഒറ്റ കുത്തിയാൻ പറ്റി തരും കേട്ടോ. എടാ കണ്ണ് ചിമ്മിപ്പോയെന്ന് ഞാനിങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയിന്ന്. ആ സമയം കൊണ്ട് എൻ്റെ മുഖത്തിനിട്ടൊരു 5-8 കൂത്ത. 5-8 കൂത്ത പറന്ന് പറിച്ച്. ഇതെന്നാ ഈ സംഭവം നടക്കുന്നത്? ഈ മിഞ്ഞാന്ന് നടത്തിട്ട് സ്റ്റിച്ചിട്ട പാടൊന്നും കാണുന്നില്ലല്ലോ. കൊതു കുത്തി കഴിഞ്ഞാൽ ആരെങ്കിലും സ്റ്റിച്ച് ഇടൂടാ? അത് പറഞ്ഞപ്പോഴേ ഈ സൈഡിൽ ഒരു കൊതുക് കുത്തി ചോരയൊക്കെ വീർത്തിരിക്കുന്നു. ഇവിടെ 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 എവിടെ ഒരു കൊതു, മുട്ടൻ കൊതു. ഇവിടെ ഇവിടെ ചോരയൊക്കെ കുടിച്ച് വീർത്ത്. ബാഗരൊക്കെ കയറി കാലിൽ നാട്ടിക്കൊണ്ടിരിക്കണം. എന്റെ അണ്ണാ അതേ തല്ലിക്കൊല്ല ഇത്. എടാ നിനക്കറിയാൻ പാടില്ല എനിക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലാന്ന്. ഈ ഒന്നുമല്ലല്ലോ ഇതും എൻ്റെ ചോരയല്ലടാ. എവിടെയെങ്കിലും പോയി അച്ഛൻ്റെ പേര് ദോഷം കളയാതെ ജീവിക്കണം കേട്ടോ. പോയി ജീവിച്ചോ. പറത്ത് വിട്ടില്ല, അതൊരു പല്ലിയുടെ വായിലേക്ക് തന്നെ കയറിയത്. ചെയ്യാൻ പറ്റും. പോയി അത്. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ, എനിക്കറിയാം ഇപ്പൊ കാണാനില്ല. കൊട്ടേഷനായിരുന്നു, എന്റെ ചേട്ടനായിരുന്നു. പുള്ളി കൊട്ടേഷനായിരുന്നു. പിന്നെ പുള്ളിയുടെ അടുത്ത് 1000 പേര് വന്നാലും ഒരു രക്ഷയില്ല. ഭയങ്കര സെറ്റപ്പോ. പുള്ളിയുടെ കഥ എനിക്കൊന്ന് കേൾക്കണമായിരുന്നു. ഒരു 5 പേര് പുഴുവും കൂടി പുള്ളിന്റെ തല്ലിയങ്ങ് വന്നു. അതെങ്ങനെ വന്നു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതുപോലത്തെ കൊട്ടേഷൻ സംഭവം എടുത്തു. ആരും കാണാതെ അടുക്കള വാതിലൂടെ ചെന്നേച്ച് തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുമല്ലോ. ഇത്രയും വലിയൊരു കൂഴച്ചക്ക വന്ന് പുള്ളിയുടെ തലയിൽ വീണിട്ട് ഇറങ്ങി ഇങ്ങ് താഴേക്ക്. എന്നിട്ട് നാട്ടുകാരെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഈ മറ്റേ കിൻഡർ ജോയിയാന്ന് പറഞ്ഞ് തല്ലി അങ്ങ് വന്നു. ചേട്ടോ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ സെറ്റപ്പും ചേട്ടനെ ഇഷ്ടപ്പെട്ടു. തിങ്കളാഴ്ച ഞാൻ ദക്ഷിണയായിട്ട് അങ്ങോട്ട് വരും. എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചേ പറ്റുള്ളൂ. വലിയൊരു ഗുണ്ടയാക്കണം. ആയിരത്താതെ ചാവാനായിരിക്കും നിന്റെ വിധി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗുണ്ട 4 സ്ഥലത്തും കണ്ണുണ്ടാവണം. പുറകിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വന്നിരുന്നെങ്കിൽ അവൻ 2 കഷ്ണമായി പോകില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ വെട്ടിവീശ. വേറെ സംഭവമുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇവനോട് വർത്താനം പറഞ്ഞ് നിങ്ങളുടെ കാര്യം ഞാൻ മറന്നുപോയിന്ന്. എനിക്കുണ്ടല്ലോ ഓർമ്മശക്തി ഭയങ്കര. 100 വർഷം കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ ഓർമ്മശക്തി നിൽക്കും. ഞാനിപ്പോൾ എന്നെ പറഞ്ഞ 100 വർഷം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം നിൻ്റെയൊക്കെ പണി ഇപ്പം തന്നെ അങ്ങ് തീർത്തേക്കാം. നീ ഒരു കാര്യം ചെയ്തേ, ഈ ഫോൺ പിടിച്ചേ. ഈ ഫോൺ നിലത്തി അടിക്കാൻ ഞാൻ പൊട്ടും. നിന്നെയൊക്കെ ഇന്ന് തന്നെ ഞാൻ തീർത്തേക്കാം. ചേട്ടാ വിളിച്ച് ഭാര്യ വിളിക്കുന്നത്. ഭാര്യ? നിന്റെ ഭാര്യ വിളിക്കണേ നീ എന്നോട് പറയണെന്ന് നീ സംസാരിക്കണ. എന്റെ ഭാര്യയല്ല, ചേട്ടന്റെ ഭാര്യ. ചേട്ടൻ ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ നിൽപ്പുണ്ട്. വലിയ ഗുണ്ടയൊക്കെ പറയും, വാളൊക്കെ പിടിച്ചോണ്ട് ഭയങ്കര സെറ്റവാ. എന്നെ ശിക്ഷനാക്കാന്ന് പറഞ്ഞു. എടീ
ഞാനേ പിള്ളേരെ വിളിച്ചോണ്ട് ഞാനിപ്പോ തന്നെ വരാം. 2 കിലോ റവയല്ലേ, റവ മേടിക്കാം. പിന്നെ ചേട്ടാ അതെ ഞാൻ കടയിൽ നിൽക്കുക 2 രാധാസ. ആ ആണോ? അതെ അതെ അതെ. ആ ഇപ്പം തന്നെ മേടിക്കാം. ആ ശരി 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 ഓടാ. ആ ശരി കേട്ടോ. ഓക്കെ 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 എന്നാ ശരി എന്നാ ഞാനിപ്പം പോയേക്കുവാണേ. വെട്ടിച്ചു പോ. അല്ല അല്ല ഞാനത് പോയിട്ട് ഞാൻ പിന്നെ വരാം. ഇയാൾ വെട്ടിച്ചു പോയാൽ മതി. വെട്ടിട്ട് പോയാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് വരും. എടേ നീയൊക്കെ എന്നെ ചാവാൻ നിൽക്കുവാണോ ബേ? ഞാൻ ആദ്യം തന്നെ എന്റെ ജീവൻ തന്നെ രക്ഷിക്കട്ടെ. എടേ ഞാനിപ്പോ തന്നെ വരാം. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം us.